അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് ഇബ്നു ഖൽദൂന് ഓരോ ആളുകൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുന്നു. പലർക്കെതിരെയും നടത്തിയത് വിജയിക്കുന്നു, ചിലരുടേത് പരാജയപ്പെടുന്നു. അങ്ങനെ ഇപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്നത് അബൂ മൻസൂറിൻ്റെ അടുത്താണ്. അബൂ മൻസൂറിൻ്റെ അടുത്തും വലിയ സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എങ്കിലും കൂടുതൽ കാലം അദ്ദേഹത്തിൻ്റെ കൂടെ കഴിയാൻ അദ്ദേഹത്തിന് സഹിച്ചില്ല. നബ് സക്കി ന ബസർ സക്കി ന ബസർ കർ സക്കി, തുടർന്നു പോകാൻ, കഴിഞ്ഞു പോകാൻ, ജീവിച്ചു പോകാൻ സാധിച്ചില്ല. ഇനി ബാക്കി അബൂ സാലിം തഖ്ത് ക ദഅവേദാർ ഹുവാത്തോ. പിന്നീട് അബൂ സാലിം എന്നവർ ഈ സിംഹാസനം വാദിച്ചു വന്നപ്പോൾ, സിംഹാസനത്തിന് അർഹനാണ് എന്ന് വാദിച്ചു വന്നപ്പോൾ ഇബ്നു ഖൽദൂൻ ഉസ്കെ സാത്ത് ഹോലിയെ, ഇബ്നു ഖൽദൂനും അദ്ദേഹത്തിന് കൂടെ നിൽക്കുകയും ചെയ്തു. ഉസ്കെ സാത്ത് ഹോലിയെ സാസിഷ് കാമിയാബ് രഹി. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് നടത്തിയ ആ ഗൂഢാലോചന വിജയകരമാവുകയും ചെയ്തു. അബൂ സാലിമിനെ ഇബ്നു ഖൽദൂൻ കോ അപ്ന മുഷീറെ ഖാസ് ഓർ വസീർ ബനാലിയ. അബൂ സാലിം ഇബ്നു ഖൽദൂനിനെ തൻ്റെ പ്രത്യേകമായ തൻ്റെ അഡ്വൈസർ എന്ന സ്ഥാനത്തേക്കും അതുപോലെ തൻ്റെ പ്രത്യേകമായ ഒരു ക്യാബിനറ്റ് പദവിയുള്ള ഒരു വസീർ, മിനിസ്റ്റർ എന്ന രീതിയിലും ആക്കി. ലേക്കിൻ ഇബ്നു ഖൽദൂൻ കോ യേ മൻസബ് ജലീല ഭി റാസ് ന ആയ. പക്ഷേ ഈ മഹോന്നതമായ, ഈ മഹത്വമേറിയ ഈ പദവി പോലും ഇബ്നു ഖൽദൂനിന് രുചികരമായി തോന്നിയില്ല. റാസ് ന ആയ, രുചി തോന്നിയില്ല. ഹുക്കൂമത്ത് കെ ദൂസരെ ഉമ്മാൽ, ഈ ഭരണകൂടത്തിലെ മറ്റു പ്രവർത്തകരും ഉസ്കെ ഖിലാഫ് ഹോഗയെ, ഈ രാജാവിന് എതിരെ തിരിയുകയും അബ് ഇബ്നു ഖൽദൂനെ അപ്നെ ഏക് സാത്തി സെ മിൽക്കർ അബൂ സാലിം കി ഹുക്കൂമത്ത് കാ തഖ്ത ഉൾട്ടാ ദിയ. അങ്ങനെ ഇപ്പോൾ ഇബ്നു ഖൽദൂന് തൻ്റെ ഒരു കൂട്ടുകാരനെയും ഏറ്റുപിടിച്ചുകൊണ്ട്, ചേർത്തിപ്പിടിച്ചുകൊണ്ട് അബൂ സാലിമിൻ്റെ ഭരണകൂടത്തെ, അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തെ മറിച്ചിടുകയും ചെയ്തു. തഖ്ത ഉൾട്ടാ ദിയ, തൻ്റെ സിംഹാസനത്തെ മറിച്ചിടുകയും ചെയ്തു. അഥവാ ഭരണം തകർത്തു, മറിച്ചിട്ടു എന്നർത്ഥം. ലേക്കിൻ ഇബ്നു ഖൽദൂൻ ഇഖ്തിദാർ സെ മഹറൂം രഹ. പക്ഷേ താനാണ് ഈ സിംഹാസനം മറിച്ചിടുന്നതിൽ നേതൃത്വം നൽകിയത് എങ്കിലും ഇബ്നു ഖൽദൂന് ഭരണത്തിൽ നിന്ന് വിലക്കപ്പെടുകയും ചെയ്തു. മഹറൂം രഹ, ഇഖ്തിദാർ സെ, ഭരണത്തിൽ നിന്ന് അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് വിലങ്ങപ്പെടുകയും ചെയ്തു. ഉസ്കാ ദോസ്ത് തഖ്ത് പർ ഖാബിസ് ഹോ ഗയ. തൻ്റെ സഹോദരൻ, തൻ്റെ കൂട്ടുകാരൻ സിംഹാസനം പിടിച്ചടക്കുകയും ചെയ്തു. ഇബ്നു ഖൽദൂൻ ട്യൂനിസ് സെ ഭാഗെ. ആ കൂട്ടുകാരന് സിംഹാസനം അതിനുവേണ്ടി മുന്നോട്ട് വന്നത്, സിംഹാസനം കൈയടക്കാൻ മുന്നോട്ട് വന്നത് ഇബ്നു ഖൽദൂനാണ് എങ്കിലും താൻ ഭരണത്തിൽ നിന്ന് വിലക്കപ്പെടുകയും അങ്ങനെ ഇബ്നു ഖൽദൂൻ തൂനിസിൽ നിന്ന് ഓടിപ്പോവുകയും ഹസ്പാനിയ ചലേഗയെ, അങ്ങനെ സ്പെയിനിലേക്ക് പോവുകയും ചെയ്തു. ഹസ്പാനിയ ആയെ, അങ്ങനെ ഹസ്പാനിലേക്ക് പോവുകയും സ്പെയിനിലേക്ക് പോവുകയും. യേ വോ സമാന ഥ. സ്പെയിനിലായിരുന്നെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ളൊരു കാലമായിരുന്നു. ജബ് കർണാടകെ ഗ്രാനഡയിലെ അബൂ അബ്ദുല്ല ഖാമിസ് എന്നവരെ ഇഖ്തിദാർ സെ അലക്കിയ ജാ ചുക്കാ ഥ. ഭരണത്തിൽ നിന്ന്, അധികാരത്തിൽ നിന്ന് മാറ്റിവെക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു. അബൂ അബ്ദുല്ല ഖാമിസ് എന്നവർക്ക് ഗ്രാനഡയിൽ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇബ്നു ഖൽദൂനെ ഫിർ ഏക് നയി സാസിഷ് ഓർ ഏക് നയ മൻസൂബ തയ്യാർ കിയ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇബ്നു ഖൽദൂന് ഒരു പുതിയ ഗൂഢാലോചനയും ഒരു പുതിയ പ്ലാനും തയ്യാറാക്കി. അബൂ അബ്ദുല്ല ഖാമിസ് കോ കർണാടക തഖ്ത് ദിലാനെ കെ ലിയെ. അബൂ അബ്ദുല്ല ഖാമിസ് എന്നവർക്ക് ആ സിംഹാസനം നൽകിപ്പിക്കാൻ വേണ്ടിയിട്ട്, തഖ്ത് ദേന എന്നതിൻ്റെ അഫ്അല ബാബാണ് ദിലാന, അത് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ സിംഹാസനം ഗ്രാനഡയുടെ സിംഹാസനം അബൂ അബ്ദുല്ല ഖാമിസ് എന്നവർക്ക് തന്നെ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട്, നൽകിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇബ്നു ഖൽദൂനെ അപ്നി സാസിഷെ ഓർ കോശിഷൻ ഷുറൂ കർ ദി. ഇബ്നു ഖൽദൂൻ തൻ്റെ പ്രയത്നങ്ങളും തൻ്റെ ഗൂഢാലോചനകളും തുടങ്ങി. 1364 में अबू अब्दुल्ला
തഖ്ത് പർ ബറാജ്മാൻ ഹോ ഗയ. അങ്ങനെ 1364 അബു അബ്ദില്ല എന്നവർ ആ സിംഹാസനസ്ഥനായി. ബറാജ്മാൻ ഹോന എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിലിരിക്കുക എന്നാണ്. അപ്പോൾ സിംഹാസനസ്ഥനായി. തഖ്ത് പർ ബറാജ്മാൻ ഹോ ഗയ. ഉസ്നെ ഇബ്നു ഖൽദൂൻ കി ഖിദ്മാത് കെ ഇവസ്, അദ്ദേഹം ഇബ്നു ഖൽദൂനിൻ്റെ ഈയൊരു ഗൂഢാലോചന, ഈയൊരു പ്ലാനിന്, ഈയൊരു സേവനങ്ങൾക്ക് പകരമായിട്ട് അപ്ന മുഖറബ് ഖാസ് ബനാലിയ, തൻ്റെ മുഖറബെ ഖാസ്, തൻ്റെ പ്രത്യേകമായ അടുത്ത ആളുകളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഓർ ഉസെ വസീർ ക ഉഹ്ദ ബി മില, അദ്ദേഹത്തിന് വസീർ എന്ന, ഒരു മിനിസ്റ്റർ എന്ന, മന്ത്രി എന്ന സ്ഥാനവും അദ്ദേഹത്തിന് ലഭിച്ചു. എന്നിരുന്നാലും മഗർ ഇബ്നു ഖൽദൂൻ അപ്നി ആദത് യാ ത്വബീഅത്ത് കെ ഹാത്തോം മെ മജ്ബൂർ थे. പക്ഷേ എന്നിരുന്നാലും ഇബ്നു ഖൽദൂന് എന്തൊക്കെ സ്ഥാനങ്ങൾ ലഭിച്ചു എന്നിരുന്നാലും തൻ്റെ ആ സ്വഭാവം, തൻ്റെ ആ പ്രകൃതിയുടെ കരങ്ങളിൽ താൻ നിർബന്ധിതനായിരുന്നു. കരങ്ങളാൽ അദ്ദേഹം നിർബന്ധിതനായിരുന്നു. എന്തിന്? വോ ഫിർ ഇഖ്തിദാർ മേ തബ്ദീലി കെ ഖാഹാൻ थे. അദ്ദേഹം വീണ്ടും ഈ ഭരണത്തിൽ മാറ്റം വരാൻ ആഗ്രഹിച്ചവനായിരുന്നു. വോ ഫിർ, അദ്ദേഹം വീണ്ടും ഇഖ്തിദാർമേ, ഈ ഭരണത്തിൽ, അധികാരത്തിൽ മാറ്റങ്ങൾ വരാം. തബ്ദീലിയെ, മാറ്റങ്ങൾ. ഖാഹാ എന്ന് പറഞ്ഞാൽ ആർസു കർണേവാല, ആർസു കർണേവാല, ഷൗക്ക് രഖ്നേവാല എന്നൊക്കെ പറയാം. അത് ആഗ്രഹിച്ചവനായിരുന്നു, ഭരണം മാറണം എന്ന് ആഗ്രഹിച്ചവനായിരുന്നു. ജബ് അബു അബ്ദില്ലാക്ക് ചച്ചേരെ ബായി, അപ്പോൾ അതുകൊണ്ട് തന്നെ അബു അബ്ദില്ല എന്നവരുടെ യളാപ്പയുടെ മകൻ, യളാപ്പ വകയിലുള്ള സഹോദരൻ, ചച്ചേരെ ഭായി യളാപ്പ വകയിലുള്ള സഹോദരൻ, ഹുക്കുംറാൻ കെ ഖിലാഫ് സാസിഷ് കീത്തോ, ഈ ഭരണകൂടത്തിനെതിരെ, ഗവൺമെൻറ്റിനെതിരെ ഗൂഢാലോചനകൾ നടത്തിയപ്പോൾ ഇആനത്ത് കർണേലകെ, അദ്ദേഹത്തെ സഹായിക്കാൻ തുടങ്ങി. അബു അബ്ദുല്ല ഖാമിസ് അപ്പിനെ ചച്ചേരെ ഭായി, അബു അബ്ദുല്ല ഖാമിസ് എന്നവർ തൻ്റെ യളാപ്പയുടെ സഹോദരൻ അമീർ അബ്ദുൽ അബ്ബാസ് കെ ഹാത്തോ ഖത്തുൽ ഹുവ, അങ്ങനെ തൻ്റെ യളാപ്പ വകയിലുള്ള സഹോദരനായ അമീർ അബ്ദുൽ അബ്ബാസ് എന്നവരുടെ കരങ്ങളാൽ അബു അബ്ദുല്ല ഖാമിസ് എന്നവർ കൊല്ലപ്പെടുകയും ചെയ്തു. അമീർ അബ്ദുൽ അബ്ബാസ്, ഇപ്പോൾ അമീർ അബ്ദുൽ അബ്ബാസ് എന്നവർ ഇബ്നു ഖൽദൂൻ ക മംദൂഹ് ടഹറ, ഇബ്നു ഖൽദൂൻ്റെ വാഴ്ത്തിപ്പാടുന്നവനായിട്ട് നിലകൊള്ളുകയും ചെയ്തു. ഇബ്നു ഖൽദൂനെ നന്നായിട്ട് പുകഴ്ത്തി പറയുന്നവനായി നിലകൊണ്ടു. ലേക്കിൻ അബ്ബി ജീക്കോ കറാറിനായ, പക്ഷേ എന്നിരുന്നാലും ആ സമയത്ത് പോലും ഇബ്നു ഖൽദൂൻ്റെ മനസ്സിന് ഒരു ശമനം ലഭിച്ചില്ല. അത് അടങ്ങിയില്ല, കറാറിന് ആയ, അതിനൊരു അടക്കം ലഭിച്ചില്ല. ഉൻകി സഹാനത്ത് ഓർ സാസിഷോം കി വജാസെ, ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധികൂർമ്മതയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗൂഢാലോചനയുടെ കാരണത്താൽ ഉൻകി മുഖാലിഫാത്ത് കാ ബാസാർ ഗറം ഹുവ, ഇദ്ദേഹത്തിനെതിരെയുള്ള അഥവാ ഇബ്നു ഖൽദൂനെതിരെയുള്ള എതിർപ്പുകളുടെ അങ്ങാടി ചൂടുപിടിച്ചു. എതിർപ്പുകളുടെ അങ്ങാടി ചൂടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള എതിർപ്പുകൾ, വിമർശനങ്ങൾ ശക്തമായി വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇബ്നു ഖൽദൂനെ ഭാഗിന ചാഹ, ഇബ്നു ഖൽദൂൻ ഇദ്ദേഹത്തിനെതിരെയും ധാരാളം ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട് എന്ന ചർച്ചകൾ അവിടെ സർവരിലും എത്തുകയും അവിടെയാകെ വ്യാപിക്കുകയും ചെയ്തത് കാരണത്താൽ ഇബ്നു ഖൽദൂനെ ഭാഗിന ചാഹ, ഇബ്നു ഖൽദൂൻ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. എങ്കിലും ലേക്കിൻ ഗിരിഫ്താർ കർലിയകയെ, അദ്ദേഹത്തെ എന്താക്കി, അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. കുച്ച് ഉർസേക്കെ ബാദ്, കുറച്ച് കാലങ്ങൾക്ക് ശേഷം രഹായി നസീബ് ഹുയി, അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. ആ ജയിൽ മോചനം ലഭിക്കുകയും ചെയ്തു. ജയിൽ മോചനം കൊണ്ട് സൗഭാഗ്യം ലഭിച്ചു. രഹായി നസീബ് ഹുയി. വോ അഫ്രീഖ ഭാഗ് നിക്കലെ, അദ്ദേഹം ആഫ്രിക്കയിലേക്ക് ഓടിപ്പോയി. കുച്ച് ഉർസ സുൽത്താൻ അബു ഹമൂദ് കെ സാത്ത് ബി റഫാഖത്ത് കി, അങ്ങനെ ആഫ്രിക്കയിലെത്തിയ ശേഷം കുറച്ചു കാലം സുൽത്താൻ അബു ഹമൂദ് എന്നവരുടെ കൂടെ കൂട്ടുകൂടി. റഫാഖത്ത് കി, അദ്ദേഹത്തോട് ദോസ്തി കർലി, അദ്ദേഹത്തോട് കൂട്ടുകൂടുകയും ചെയ്തു. ലേക്കിൻ ഇബ്നു ഖൽദൂൻ കി ദില്ലി ആർസു,
പക്ഷേ ഇബ്നു ഖൽദൂൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമായിരുന്ന, അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള താല്പര്യമായിരുന്ന പൂര ഇഖ്തിദാർ ഹാസിൽ ദിലി ആർസു കെ വോ പൂര ഇഖ്തിദാർ ഹാസിൽ കർ സക്കേം, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ പൂർണ്ണമായ അധികാരം അദ്ദേഹത്തിന് തന്നെ കരസ്ഥമാകണം എന്നായിരുന്നു. കബി പൂര നഹുയി, ഈ ആഗ്രഹം ഒരിക്കലും പൂവണിഞ്ഞില്ല, അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ചടച്ച് ഉന്നൂന്നെ സിയാസത്ത് കോ തെറുക് കർനെ കാ ഫൈസല കർ ലിയ, അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിക്കുവാൻ തയ്യാറെടുത്തു. ഘറീലോ ജിന്ദഗി ബസർ കർണേക്ക് ഖ്വാഹിഷ് കവി ഹുയി, കുടുംബവുമൊത്തുള്ള ജീവിതം, ഘറീലോ ജിന്ദഗി, കുടുംബവുമൊത്തുള്ള വീട്ടുകാരുമൊത്തുള്ള ജീവിതം കഴിച്ചുകൂട്ടുവാൻ അദ്ദേഹം അതിനുള്ള ആഗ്രഹം, കഴിച്ചുകൂട്ടുവാനുള്ള ആഗ്രഹം അദ്ദേഹത്തിൽ ശക്തമായി. ഘറീലോ ജിന്ദഗി, കുടുംബക്കാരൊത്തുള്ള ജീവിതം, വീട്ടുകൂടിയിട്ടുള്ള ജീവിതം, കുടുംബക്കാരോടൊത്തുള്ള ജീവിതം, ബസർ കർണേക്ക്, അത് കഴിച്ചു കൂട്ടുവാനുള്ള ഖാഹിഷ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, കവി ഹുയി, അത് ശക്തമാവുകയും ചെയ്തു. ലേക്കിൻ ഉൻകെ ഇസ് ഫൈസലെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനമോ, രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ള തീരുമാനമോ, ഓർ കിനാര കഷിക്ക് ബാവുജൂദ്, ഈ വിട്ടുനിൽക്കൽ, കിനാര കഷി എന്ന് പറഞ്ഞാൽ അകന്നു നിൽക്കൽ, വിട്ടുനിൽക്കൽ, അരികെ നിൽക്കൽ എന്നൊക്കെയാണ് കിനാര കഷി എന്ന് പറഞ്ഞ അർത്ഥം. ഈ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, അരികെ നിൽക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം ഉണ്ടായിരിക്കെ, കിനാര കഷിക്ക് ബാവുജൂദ്, ആ വിട്ടുനിൽക്കൽ എന്ന തീരുമാനം ഉണ്ടായിരിക്കെ തന്നെ ഉൻകി സാബിഖ ഷുഹറത്ത് കി വജാസെ, അദ്ദേഹത്തിൻ്റെ മുൻകാല ആ പ്രസിദ്ധി, അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ പ്രസിദ്ധി, അദ്ദേഹം വഞ്ചകനാണ് എന്നുള്ള ആ ഒരു പ്രസിദ്ധി, വജാസെ, അത് കാരണത്താൽ ഹുക്കാം ഓർ ഹുക്കുംറാൻ, ഭരണാധികാരികളും ഗവർണർമാരും ഗവൺമെൻറ്റും ഉൻസെ ഖായിഫ് രഹെ, ഹുക്കാം ഗവർണർമാരും ഹുക്കുംറാൻ ഭരണകൂടവും ഉൻസെ ഖായിഫ് രഹെ, അദ്ദേഹത്തെ പേടിച്ചുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാണ് പേടിക്കാൻ കാരണം? വോ ഫിർ കിസി നയി സാസിഷ് കാ ഡോൽ ന ഡാൽ ദേ, എന്താ പേടിക്കാൻ കാരണം? അദ്ദേഹം പുതിയ ഒരു ഗൂഢാലോചനയുടെ അടിത്തറ പാകാതിരിക്കട്ടെ എന്ന് അവർ ആഗ്രഹിച്ചു, എന്നത് അവർ പേടിച്ചു. ഉൻകെ എൽമി കാം കി ട്യൂനിസ് കെ മുഫ്തി, അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാൽ ട്യൂനിസ് കെ മുഫ്തി, ട്യൂനിസിലെ മുഫ്തിയായിരുന്ന മുഫ്തി ആസം, അവിടുത്തെ പ്രധാന ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഓർ ഫഖീഹിനെ, അവിടുത്തെ പ്രസിദ്ധനായ ഫഖീഹും, ഷദീദ് മുഖാലഫത്ത് കി, അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക പ്രവർത്തനങ്ങളോട് ട്യൂനിസിലെ ഗ്രാൻഡ് മുഫ്തിയും ഫഖീഹുമായിരുന്ന ആൾ ഷദീദ് മുഖാലഫത്ത് കി, ശക്തമായ എതിർപ്പാണ് അദ്ദേഹത്തിനെതിരെ നടത്തിയത്, ശക്തമായ എതിർപ്പ് നടത്തുകയും ഓർ ഉൻകെ ഖിലാഫ്, അദ്ദേഹത്തിനെതിരെ ബാദ്ഷാക്കോ, രാജാവിനെ പോലും, ഭടുക്കായ രാജാവിനെ പോലും അദ്ദേഹത്തിനെതിരെ ദേഷ്യം പിടിപ്പിക്കുകയും, ഭടുക്കാന എന്ന് പറഞ്ഞാൽ ഒസ്സ കറാന, അല്ലെങ്കിൽ നന്നായിട്ട് തിരി മൂട്ടി കൊടുക്കുക എന്ന് പറയില്ലേ, നന്നായിട്ട് തിരി കൊളുത്തി കൊടുക്കുക, നന്നായിട്ട് തീ കത്തിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നന്നായിട്ട് തീ കത്തിക്കാൻ, അല്ലെങ്കിൽ രാജാവിനെ അദ്ദേഹത്തിനെതിരെ നന്നായിട്ട് ദേഷ്യം പിടിപ്പിക്കാനും ഉൻപർ കുഫ്രോ ഇൽഹാദ് കെ ഇൽസാം ലഗായ, അങ്ങനെ രാജാവിനെ നന്നായിട്ട് അദ്ദേഹത്തിനെതിരെ തിരി കൊളുത്തുകയും ഇബ്നു ഖൽദൂനെതിരെ കുഫ്ർ, അദ്ദേഹം ദൈവനിഷേധിയാണ്, അതുപോലെ ഇൽഹാദ്, അദ്ദേഹം നിരീശ്വരവാദമുള്ളവനാണ് എന്ന ഇൽസാം ലഗായ, കുറ്റം ആരോപിക്കുകയും ചെയ്തു. അങ്ങനെ ഇബ്നു ഖൽദൂന് അവിടുന്ന് മിസ്റിൽ പോവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീടാവാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.